നവരാത്രിയിൽ ആളുകൾ ദുർഗാദേവിയെ ആരാധിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നീ സാത്വിക ഭക്ഷണം മാത്രം കഴിച്ചാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. വ്രതാനുഷ്ഠാനമുള്ള 9 ദിവസം ഭക്ഷണത്തിൽ വെളുത്തുള്ളിയോ ഉള്ളിയോ ഉൾപ്പെടുത്തുന്നത് നിഷിദ്ധമായി കണക്കാക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് നവരാത്രിയിൽ വെളുത്തുള്ളിക്കും ഉള്ളിക്കും വിലക്ക് കൽപ്പിച്ചതെന്നറിയാമോ? ഉള്ളിക്കും വെളുത്തുള്ളിക്കും ഹിന്ദുമതത്തിൽ പല ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഉണ്ടെങ്കിലും നവരാത്രിയിൽ ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുന്നു. ഹിന്ദു പുരാണ പ്രകാരം വെളുത്തുള്ളിയോ ഉള്ളിയോ നവരാത്രി ദിനങ്ങളിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതോ വിലക്കിയിരിക്കുന്നു. വ്രതാനുഷ്ഠാനത്തിൽ ഇവയ്ക്ക് രണ്ടിനും സ്ഥാനമില്ല. ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന കഥ അനുസരിച്ച് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുന്ന സമയം അതിൽ നിന്നും 9 രത്നങ്ങളും അവസാനം അമൃതും പുറത്തു വന്നു. അതിനുശേഷം മഹാവിഷ്ണു മോഹിനിയുടെ രൂപമെടുത്ത് ദേവതകൾക്ക് അമൃത് സമർപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ രാഹു, കേതു എന്നീ 2 രാക്ഷസന്മാർ ദേവരൂപം സ്വീകരിച്ച് അമൃത് കുടിച്ചു. ചതി മനസ്സിലാക്കിയ മഹാവിഷ്ണു സുദർശന ചക്രത്താൽ 2 രാക്ഷസന്മാരുടെയും തല ഉടലിൽ നിന്നും വേർപെടുത്തി. തുടർന്ന് ഇരുവരുടെയും രക്തത്തിൻ്റെ ഏതാനും തുള്ളികൾ നിലത്തു വീഴുകയും അതിൽ നിന്ന് വെളുത്തുള്ളിയും ഉള്ളിയും ഉത്ഭവിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഉള്ളിക്കും വെളുത്തുള്ളിക്കും രൂക്ഷഗന്ധം ലഭിച്ചതെന്നും കരുതിപ്പോരുന്നു. ഏതാനും തുള്ളി അമൃത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ശരീരത്തിൽ എത്തിയിരുന്നതിനാൽ രോഗങ്ങളെ ചെറുക്കുവാനുള്ള കഴിവ് വെളുത്തുള്ളിക്കും ഉള്ളിക്കും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും അമിതമായ ഉപയോഗം മൂലം ഒരു വ്യക്തിയുടെ മനസ്സ് മതാചാരങ്ങളിൽ നിന്നും വ്യതിചലിച്ച് മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമെന്നും പറയപ്പെടുന്നു. പുരാണങ്ങളിൽ ഉള്ളിയും വെളുത്തുള്ളിയും രജസും തമസുമായി കണക്കാക്കപ്പെടുന്നു. ഈ ഗുണങ്ങളുടെ വർധനവ് കാരണം ഒരു വ്യക്തിയിൽ അജ്ഞത വർദ്ധിക്കുന്നു. അതിനാലാണ് അവൻ്റെ മനസ്സ് മതത്തിൽ മുഴുകാൻ എപ്പോഴും സാത്വികമായ ഭക്ഷണം കഴിക്കാൻ പണ്ഡിതന്മാർ ഉപദേശിക്കുന്നത്. മത്സ്യം, മാംസ്യം, ഉള്ളി, വെളുത്തുള്ളി മുതലായ ഭക്ഷണങ്ങളെ പൈശാചിക സ്വഭാവമുള്ള ഭക്ഷണമെന്ന് വിളിക്കുന്നു. അശാന്തിയും രോഗങ്ങളും വേവലാതികളും വീടിനുള്ളിൽ പ്രവേശിക്കുന്നതിനാൽ ഉള്ളി, വെളുത്തുള്ളി കഴിക്കുന്നത് ഹിന്ദുമതത്തിൽ നിഷിദ്ധമായി കണക്കാക്കപ്പെടുന്നു. ആയുർവേദ പ്രകാരം ഭക്ഷണത്തെ അവയുടെ സ്വഭാവവും കഴിച്ചതിന് ശേഷം ശരീരത്തിലെ പ്രതികരണത്തെയും അടിസ്ഥാനമാക്കി 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. രജസിക് ഭക്ഷണം, പ്രതികാര ഭക്ഷണം, സാത്വിക ഭക്ഷണം. വ്രതസമയത്ത് ആളുകൾ സാത്വികമായ ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ മതപരമായ വിശ്വാസത്തിന് പുറമെ ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രീയ കാരണവുമുണ്ട്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ശാർദീയ നവരാത്രി വരുന്നത്. ഈ കാലയളവിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രതിരോധശേഷി കുറയാൻ തുടങ്ങും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സീസണിൽ സാത്വിക ഭക്ഷണം കഴിക്കുന്നതിലൂടെ ദഹനം ശരിയായി തുടരുകയും ശരീരത്തിലെ വിഷവസ്തുക്കൾ ശരീരത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നു.